Hi students, welcome back to another video of X and Y Learning. So this is our NSMC preparation series. NSMC, that is National Science and Math Championship, conducted by X and Y Learning in collaboration with Hindu in School. സോ നിങ്ങളുടെ പോലെയുള്ള മിടുക്കറായ കുട്ടികളോട് അല്ലെ സയൻസിൽ മാത്സിലൊക്കെ മിടുക്കറായ കുട്ടികളോട് കമ്പീറ്റ് ചെയ്യാനുള്ള ഒരു എക്സാം ആണ് NSMC. സോ നിങ്ങളൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളായിരിക്കും അല്ലെ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ക്ലാസ് 7-ലെ ഇൻറ്റിജേഴ്സ് എന്ന ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യും, അതിന്റെ കൂടെ അതിന് വേണ്ട എന്താണ് അതിന് അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് അതിൽ റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ്, അതും കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ ആൻഡ് ഫൈൻഡ് ദി ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -16 പ്ലസ് -24 ഡിവൈഡഡ് ബൈ 4 മൈനസ് -7. സോ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, ആദ്യം ആഡ് ചെയ്യണോ, സബ്ട്രാക്ട് ചെയ്യണോ, ഡിവൈഡ് ചെയ്യണോ, മൾട്ടിപ്ലൈ ചെയ്യണോ, എപ്പോഴും ഉണ്ടാവുന്ന ഡൗട്ടാണ്. കുറേ സ്റ്റുഡൻസ് തെറ്റിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് അല്ലേ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാനുള്ളതാണ് ഈ ഒരു റൂൾ. ഫേമസ് ആയിട്ടുള്ള ഒരു റൂളാണ് ബോർഡ് മാസ് റൂൾ. ഓക്കെ, ഈ ഒരു റൂളിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. ഓക്കെ ഓക്കെ അപ്പം ബോർഡ് മാസ് റൂള് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷനിൽ ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ്സിനുള്ളിൽ, അതായത് ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ ഞാൻ സപ്പോസ് തരാണ് 4 - 3 + 2, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നിങ്ങളോട് തന്നിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറയുകയാണ്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് 4 - 3-നെയാണ്. കാരണം എന്താ, അവർ ഈ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലാണുള്ളത്, അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ ആദ്യം നമ്മൾ ബ്രാക്കറ്റ്സിനെ ചെയ്യും. പിന്നെ ഓർഡർ എന്ന് പറഞ്ഞാൽ റൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റൂട്ട് അല്ലെങ്കിൽ സ്ക്വയർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം 4² + 2 + 3 -4 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഈ സ്ക്വയറിനെ സോൾവ് ചെയ്യണം. അതാണ് ഓർഡർ. സ്ക്വയർ, റൂട്ട് അങ്ങനെ വരുന്ന ഡിഫറെന്റ് ആയിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ ആദ്യം പിന്നെ സോൾവ് ചെയ്യണം. പിന്നത്തെ പ്രയോറിറ്റിയാണ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഏകദേശം ഒരേ പ്രയോറിറ്റി തന്നെയാണ്, രണ്ടുപേർക്കും ഒരേ പ്രയോറിറ്റിയാണ്. പക്ഷെ നമ്മളൊരു എക്സ്പ്രഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് ചെയ്യേണ്ടത്. അതായത് ആദ്യം ഡിവിഷൻ, അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം ഡിവിഷൻ ആണെങ്കിൽ ഡിവിഷൻ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെയാണ് അഡിഷനും സബ്ട്രാക്ഷനും. രണ്ടുപേർക്കും ഒരേ പ്രയോറിറ്റിയാണ്. പക്ഷെ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് സോൾവ് ചെയ്ത് വരുമ്പം ആരാണോ ഫസ്റ്റ് ഉള്ളത്, അഡിഷൻ ആണെങ്കിൽ അഡിഷൻ ചെയ്യുക, പിന്നെ സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് പ്രയോറിറ്റി, ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ്സിലുള്ള ആൾക്കാരെ ആദ്യം സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്ക്വയർ, റൂട്ട് അതുപോലത്തെ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ടേം വരുന്നുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യുക. പിന്നത്തെ പ്രയോറിറ്റി ആർക്കാണ്, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അല്ലെ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ പ്രയോറിറ്റി ആണ്. പക്ഷെ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ അല്ലെ, എക്സ്പ്രഷന്റെ ലെഫ്റ്റ് നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആരാണോ ആദ്യം വരുന്നത്, മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും ആരാണോ ആദ്യം വരുന്നത് അവരെ സോൾവ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താണ് ഉള്ളത്, അഡിഷനും സബ്ട്രാക്ഷനും. അവർക്കും ഒരേ പ്രയോറിറ്റി ആണ്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന് ശേഷമാണ് കേട്ടോ. മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഉണ്ടെങ്കിൽ അവരെ ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനി അഡിഷനും സബ്ട്രാക്ഷനും വരുമ്പം അവരെ സോൾവ് ചെയ്യാം. അതും ഇതുപോലെ തന്നെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് അഡിഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ ആദ്യം വരുന്നത്, ആദ്യം വരുന്ന ആളെ സോൾവ് ചെയ്യാം അല്ലെ. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. -16 പ്ലസ് -24 ഡിവൈഡഡ് ബൈ 4 -7 എന്നാണ് അല്ലെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബ്രാക്കറ്റ്സ് ആണ്, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും സോൾവ് ചെയ്യാനുണ്ടോ, ഇല്ല അല്ലെ. സോൾവ് ചെയ്യാനുണ്ടാവണം. ഇതുപോലെ ഇങ്ങനെ സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റ്സിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഈ ബ്രാക്കറ്റ്സ് ഇടാൻ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൈനസിനെ ഡിഫറെന്റ് ആക്കി കാണിക്കുക. അതായത് ഈ -24 ആണിത്, ഇത് 24 അല്ല, -24 ആണെന്ന് എംഫസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബ്രാക്കറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓർഡറിൽ പോകുമ്പോൾ, നമ്മുടെ ബോർഡ് മാസ് റൂളിന്റെ ഓർഡറിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ നോക്കി ബ്രാക്കറ്റ്സ് ഇല്ല, അങ്ങനത്തെ ഒരു ബ്രാക്കറ്റ്സ് സോൾവ് ചെയ്യാനുള്ള ബ്രാക്കറ്റ്സ് ഒന്നും ഇല്ല. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെ സ്ക്വയറോ റൂട്ടൊക്കെ വരണം, അതും ഇല്ല. ഇനി എന്താണുള്ളത്, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ നമുക്ക് അല്ലെ. ആരാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത്, ഇതാ ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റിലേക്ക് വരാ, -24. അതായത് ഇങ്ങനെ നോക്കുക, -16 + 24 ആദ്യം ചെയ്യാൻ പാടുമോ, ഈ -16 പ്ലസ് -24 ആദ്യം ചെയ്യാൻ പാടുമോ, ഇല്ല. കാരണം എന്താ, ആ -24 ശേഷം ഡിവിഷൻ വരുന്നുണ്ട്. ഡിവിഷൻ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെ. ഡിവിഷന്റെ പ്രയോറിറ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്ലസിനും അഡിഷനും സബ്ട്രാക്ഷനൊക്കെ പ്രയോറിറ്റി. അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, -24 ഡിവൈഡഡ് ബൈ 4 എന്നാലേ ആദ്യം ചെയ്യേണ്ടത്. ഞാനിത് എഴുതാം, -16 പ്ലസ് ഇനി എന്ത് ചെയ്യണം, -24 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. എന്താ നമുക്ക് ആൻസർ വരാ, -6 എന്ന് വരും അല്ലേ. ഒരു
നെഗറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ ഒരു പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ, അതായത് ഒരു നെഗറ്റീവ് നമ്പർ, ഇതാണ് നെഗറ്റീവ് കേട്ടോ, നെഗറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ ഒരു പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? എപ്പോഴും ഒരു നെഗറ്റീവ് നമ്പർ ആണ് അല്ലെ ആൻസർ വരിക? എപ്പോഴും ഒരു നെഗറ്റീവ് നമ്പർ ആണ് ആൻസർ വരിക. സപ്പോസ് ഒരു നെഗറ്റീവ് നമ്പറിനെ ഞാൻ മറ്റൊരു നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ നമുക്ക് ആൻസർ അഡിഷൻ ആണ് വരിക. പോസിറ്റീവ് ആണ് വരിക. അതുപോലെ തന്നെ പോസിറ്റീവ് നമുക്കറിയാം അല്ലെ, പോസിറ്റീവും ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ് ആണ് വരിക. അതുപോലെ തന്നെ നെഗറ്റീവും ഡിവൈഡ് ചെയ്താലും ഒരു പോസിറ്റീവ് നമ്പർ ആണ് കിട്ടുക. പക്ഷെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള ആൾക്കാരുടെ സൈനുകൾ ഡിഫറെന്റ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആണ് വരിക. ഓക്കെ, ആൻസർ നെഗറ്റീവ് ആണ് വരിക. അപ്പൊ നമുക്കിവിടെ എന്താണുള്ളത്? നമുക്കിവിടെ എന്താ ഉള്ളത്? -24 ഡിവൈഡഡ് ബൈ 4 ആണ് അല്ലെ. -24 ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പം ഒരു നെഗറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പം നമുക്കൊരു നെഗറ്റീവ് നമ്പർ തന്നെ ആൻസർ വരണം. -6 എന്നാണ് നമ്മുടെ ആൻസർ വരിക അല്ലെ. ഓക്കെ, അപ്പൊ +-6 എന്ന് വരും. ഓക്കെ, പിന്നെ എന്താണുള്ളത്? അപ്പൊ 4 കഴിഞ്ഞു അല്ലെ. -25 ഡിവൈഡഡ് ബൈ 4 നമ്മൾ സോൾവ് ചെയ്യും. ഈ ഒരു പാർട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് നമുക്ക് -6 എന്ന് കിട്ടിയത്. ഇനി -7. ഓക്കെ, ഈ -7 എന്ന് പറഞ്ഞാൽ എന്താ? -7 -7ന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ -1 into -7 ആണ്. -1 into -7 ആണ്. അതിനാണ് -7 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഓർഡർ നോക്കുമ്പം ആദ്യം അവരെ ചെയ്യണ്ടേ അല്ലെ. -16 ഉണ്ട്, +-6 ഉണ്ട്. പക്ഷെ ഇവിടെ ഇനി ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്നു അല്ലെ. -7 എന്ന് പറഞ്ഞ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. -1 into -7. അപ്പൊ അതിന് ആദ്യം നമ്മൾ സോൾവ് ചെയ്യണം. എന്താ ആൻസർ വരിക? -1 into -7 ചെയ്ത് കഴിഞ്ഞാൽ 7 ആണ് അല്ലെ ആൻസർ വരിക. പോസിറ്റീവ് ആയിരിക്കും വരിക. ഇതും അതേപോലെ നമ്മൾ ഡിവിഷനിൽ പറഞ്ഞതുപോലെ തന്നെ സെയിം സൈൻസ് ആണെങ്കിൽ, അതായത് ഒരു പോസിറ്റീവ് നമ്പർ, അതായത് ഒരു പോസിറ്റീവ് നമ്പറും മറ്റൊരു പോസിറ്റീവ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമുക്കൊരു പോസിറ്റീവ് നമ്പർ തന്നെയാണ് ആൻസർ വരിക. ഒരു നെഗറ്റീവ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്താലോ വീണ്ടും ഒരു പോസിറ്റീവ് നമ്പർ തന്നെ വരുള്ളൂ അല്ലെ. നെഗറ്റീവ് നമ്പറും ആയാലും പോസിറ്റീവ് നമ്പറേ വരൂ. നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്താലോ നമുക്കൊരു നെഗറ്റീവ് നമ്പർ ആണ് ആൻസർ ആയിട്ട് വരിക. ഇതന്നെ സെയിം തന്നെയല്ലേ എങ്ങനെ ചെയ്താലും അല്ലെ. കമ്മ്യൂട്ടേറ്റീവ് ആണ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത്, അതുകൊണ്ട് ഇതും നെഗറ്റീവ് തന്നെയായിരിക്കും. ഇപ്പൊ ഡിഫറെന്റ് സൈൻസ് ആണെങ്കിൽ നെഗറ്റീവ് തന്നെ വരും. പക്ഷെ രണ്ടു പേർക്കും ഒരേ സൈൻ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് തന്നെയാണ് ഉത്തരം വരിക. അപ്പൊ -7 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 into -7. എന്താണ് ആൻസർ വരിക? +7 ആണ് അല്ലെ. അപ്പം -16 + -6 -7 +7 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാനും അല്ലേ ഉള്ളൂ. എന്താണ്? -16 അങ്ങനെ തന്നെ നിൽക്കട്ടെ. -16 അങ്ങനെ തന്നെ വെച്ചു. +-6 എന്താ? -6 തന്നെ അല്ലേ അഡിഷൻ, അതായത് +-6 എന്നാണ് ഉള്ളത്. നമുക്കറിയാം പോസിറ്റീവും ഒരു നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ. പോസിറ്റീവ് ഈ പ്ലസ് എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു 1 ഉണ്ട്. ആ 1നെ നമ്മൾ എപ്പോഴും എഴുതുന്നില്ല എന്നേ ഉള്ളൂ അല്ലെ. +1 into -6 എന്നാണ്. അപ്പൊ എന്താ ആൻസർ വരിക? -6 ഞാൻ എഴുതി അല്ലെ. +1 into -6. അപ്പൊ രണ്ട് ഡിഫറെന്റ് സൈൻസ്. അപ്പൊ ആൻസർ നെഗറ്റീവ് തന്നെ വരും അല്ലെ. -6 എന്ന് വന്നു. +7 ഇങ്ങനെയല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് മൈനസ് ചെയ്യാണ്ട് പ്ലസ് ചെയ്യാണ്ട് നമ്മൾ എന്താ നോക്കേണ്ടത്? ഏത് ഓർഡറിലാണ് പോകേണ്ടത്? ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകണം അല്ലെ. അപ്പൊ -16 -6 നമ്മൾ ആദ്യം ചെയ്യും. -16 -6 എന്താണ്? -16 -6 അങ്ങനെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അതായത് -16 -6 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? രണ്ടുപേരും ഒരേ സൈൻ ആണുള്ളത് അല്ലെ. -16 -6. അപ്പൊ നമ്മൾ ജസ്റ്റ് ആദ്യം ആഡ് ചെയ്യാം. അവർ രണ്ടുപേരെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക അല്ലെ. -16 -6 എങ്ങനെ ചെയ്യാൻ പറ്റുക? 16 + 6 ആദ്യം ചെയ്യുക. എന്താ വരുന്നത്? അപ്പം 16 + 6 ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 6 + 6 12 പിന്നെ ഒരു 2. അപ്പം -22 എന്ന് വരും. അപ്പം നമ്മൾ എന്താണ്? -16 -6 രണ്ട് ഡിഫറെന്റ് നെഗറ്റീവ് നമ്പേഴ്സിനെ നമുക്ക് ഇങ്ങനെ -16 -6 എന്ന് വരികയാണെങ്കിൽ അവരാദ്യം നമ്മൾ ആഡ് ചെയ്യുക, എന്നിട്ട് അവരുടെ സൈൻ ഇട്ട് കൊടുക്കുക. ആഡ് ചെയ്യുക, അവരുടെ സൈൻ ഇട്ട് കൊടുക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പം 16 + 6 ചെയ്തപ്പോൾ എനിക്ക് 22 എന്ന് ആൻസർ വന്നു. അപ്പം രണ്ടുപേരുടെയും സൈന് മൈനസ് ആയതുകൊണ്ട് ഞാൻ മൈനസ് എന്നുള്ള സൈനും കൂടെ ഇട്ട് കൊടുത്തു. -22 പ്ലസ് ബാക്കി ഒരു 7 ഉണ്ട് അല്ലേ. ഇതെന്താ ചെയ്യുക? ഇങ്ങനെ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വരുമ്പോൾ നമ്മൾ ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം. വലിയ ആളിന് ചെറിയ ആളെ സബ്ട്രാക്ട് ചെയ്യുക. 22 - 7 ചെയ്യുക. എന്താ വരിക? 22 - 7 12 എന്ന് 7 പോയി കഴിഞ്ഞാൽ 5 പിന്നെ ഒരു 1 അല്ലേ. 1 കൂടെ ഉണ്ട്. 15 വരും. ഓക്കെ, 15 വരും. പക്ഷെ നമ്മൾ എന്ത് നോക്കണം? ഇങ്ങനെ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് നമ്പറും തന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാണ് അല്ലെ. -22 എന്താണ്?
-22 + 7 ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിനെ സബ്ട്രാക്ട് ചെയ്യുക. ഒന്നും നോക്കണ്ട, സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. എനിക്ക് 15 കിട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇതിൽ ഏത് നമ്പറാണ് വലുത് അതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അതാണ് -15 വരുന്നത്. കാരണം എന്താണ്? 22 അല്ലേ വലുത്. 22ന്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. അതുകൊണ്ട് ആ -15 കൂടെ വരും. സപ്പോസ് ഇങ്ങനെയാണെന്ന് വെച്ചോ, -4 + 7 ആണെന്ന് വെച്ചോ. ഇപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? -4 + 7 ആകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ പോലെ ആദ്യം സബ്ട്രാക്ട് ചെയ്യുക. 7 - 4 ചെയ്തപ്പോൾ നിങ്ങൾക്ക് 3 കിട്ടി അല്ലെ? എന്നിട്ട് നിങ്ങൾ നോക്കണം, ഈ -4ഉം 7ഉം നോക്കുമ്പോൾ ആരാ 4ഉം 7ഉം അല്ലെ? 4ഉം 7ഉം നോക്കുമ്പോൾ ആരാ വലുത്? 7. 7ന്റെ സൈൻ എന്താ? പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവ് ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടും? +3 എന്ന് ആൻസർ കിട്ടും അല്ലെ? ഈ -4 + 7 എന്തിനോട് ഈക്വൽ ആണ്? 7 - 4. നമ്മുടെ 3 സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. പക്ഷെ ഇങ്ങനെ നിങ്ങൾ കൺഫ്യൂസ് ഒക്കെ ആയിപ്പോവും ഇങ്ങനെ കാണുമ്പോൾ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് വലിയ ആ ഒരു നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് -22 + 7 എന്താണ് ആൻസർ എന്ന് വന്നു? -15 എന്ന് ആൻസർ വന്നു. അപ്പൊ നിങ്ങൾ നേരെ പോയി -15 ടിക്ക് അടിച്ചു. തെറ്റി. കാരണം എന്താ ചോദിച്ചിരിക്കുന്നത്? ആബ്സല്യൂട്ട് വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പർ ലൈനിലെ നമ്മളോട് പറയാണ് 4ന്റെ ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ -4ന്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്താന്ന് പറയുകയാണെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് ഇതാണ് നമ്മുടെ നമ്പർ ലൈൻ. 0, 1, 2, 3 എങ്ങനെയൊക്കെ ഉള്ളത് അല്ലെ? ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 3യുടെ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 0യിൽ നിന്ന് 3യിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് 3 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ -3ന്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്താ വരിക? 3 തന്നെയാണ് വരിക. കാരണം പോസിറ്റീവ് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് നമ്പർ, അതായത് -3, -4 അങ്ങനെ ഏതൊരു നമ്പറിന്റെയും ആബ്സല്യൂട്ട് വാല്യൂ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പൊ -3ന്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 തന്നെയായിരിക്കും. 3യുടെ ആബ്സല്യൂട്ട് വാല്യൂ ചോദിച്ചാൽ എന്താ? 3 തന്നെ. ഏതൊരു നമ്പറിൽ ഇപ്പൊ ആബ്സല്യൂട്ട് വാല്യൂ ശരിക്കും നമ്മൾ ഇങ്ങനെ ഇടുക, അതായത് ഇങ്ങനെ ഒരു സൈൻ ഇട്ടിട്ട് ഇപ്പൊ 3യുടെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് അതിന്റെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം ഈ ഒരു അബ്സല്യൂട്ട് വാല്യൂയുടെ ഉള്ളിലേക്ക് പോകുന്ന എല്ലാ ആൾക്കാരും പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആയിട്ടാണ് വരാം. അങ്ങനെ ചിന്തിച്ചാൽ മതി. അബ്സല്യൂട്ട് വാല്യൂ നിങ്ങൾ ഇട്ട് കൊടുത്തോ ഏതൊരു നമ്പറിനും, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഏതൊരു നമ്പർ നിങ്ങൾ ഈ അബ്സല്യൂട്ട് വാല്യൂയുടെ ഈ ഒരു സൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് നമ്പർ ആയിട്ടാണ് പുറത്തേക്ക് വരിക. ഓക്കെ, അപ്പൊ -3 ഞാൻ ഈ അബ്സല്യൂട്ട് വാല്യൂയിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ എനിക്ക് പുറത്തേക്ക് വരിക? പോസിറ്റീവ് നമ്പർ അല്ലെ? കാരണം ഡിസ്റ്റൻസ് ആണ്. അത് നമ്പർ ലൈനിലുള്ള ഡിസ്റ്റൻസ് ആകുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഈ ഒരു ആൻസർ ആണല്ലോ. നമുക്ക് -15 ആൻസർ വന്നു. അപ്പൊ നിങ്ങൾ നേരെ പോയി -15 ടിക്ക് ചെയ്യരുത്. കാരണം ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവേ വരൂ. അതൊരു ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് അത് എന്തായാലും പോസിറ്റീവേ വരൂ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഈ 2 പേരെ ഒഴിവാക്കിക്കൂടെ അല്ലെ? എല്ലാം ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്താക്കാം? നെഗറ്റീവ് ആൾക്കാരൊക്കെ ഒഴിവാക്കാം. കാരണം ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവേ വരും. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? 15 അല്ലെ? ഈ -15ന്റെ ഞാൻ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? 15. മോഡുലസ് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു നമ്പറിൽ നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂവിന്റെ ആ ഒരു സൈനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ് ഇവിടെ കണ്ടോ? ഇവിടെ അവരാദ്യമേ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ആബ്സല്യൂട്ട് വാല്യൂയുടെ ഈ ഒരു സൈനിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഏതൊരു നമ്പറിന് ഇട്ട് കഴിഞ്ഞാലും പുറത്തേക്ക് വരുമ്പോൾ അതൊരു പോസിറ്റീവ് നമ്പർ ആയിട്ടേ വരും. കാരണം അത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ 15 ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം ഓഫ് 2 integers is -57. ഓക്കെ, അപ്പൊ ഞാൻ സപ്പോസ് 2 ഇന്റിജേഴ്സ് ഞാനായിട്ട് എടുക്കാം കേട്ടോ. ഒരു എ, ആദ്യത്തെ ഇന്റിജർ എ, പിന്നെ ഒരു ഇന്റിജർ ബി. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? എയും ബിയും ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ആൻസർ വരുന്നത്? -57 അല്ലേ? എ എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ്. ഞാൻ ഇതിന് ഇട്ട് കൊടുത്തിട്ടില്ല. എ എന്ന് പറഞ്ഞൊരു ഇന്റിജർ, നിങ്ങൾ മനസ്സിലേതും വിചാരിച്ചോ. എ എന്ന് പറഞ്ഞൊരു ഇന്റിജർ, പി എന്ന് പറഞ്ഞൊരു ഇന്റിജർ ഞാൻ ആദ്യം എടുത്തു. എന്നിട്ട് അവർ പിന്നെന്ത് പറഞ്ഞു? ഇവരെ 2 പേരും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -57 വരും. ഓക്കെ, ബാക്കി വായിച്ചു നോക്കാം. ഇഫ് വൺ ഓഫ് ദം ഇസ് 31 then other one is. അതിലെ ഒരാള് 31 ആണെന്ന് നമുക്ക് തന്നു. ആദ്യം നമുക്ക് 2 ഇന്റിജേഴ്സ് തന്നു. ഇവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -57 ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇതിൽ ഒരാള് 31 ആണ്. അപ്പൊ ഒരാളെ ഞാൻ എ ആണ് കേട്ടോ എടുക്കുന്നത്. എ 31 ആണ് ഞാൻ എടുത്തു. അപ്പം 31 + ബി അല്ലെ? ബി എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പോഴും ബി എന്താന്ന് എനിക്ക് അറിയില്ല. 31 + ബി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എനിക്ക് ആൻസർ വരുന്നത്? -57 അല്ലെ? അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? then the other one is. പിന്നെ അങ്ങനെയാണെങ്കിൽ ബി എന്തായിരിക്കും എന്നാണ് അല്ലെ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമ്മൾ കാണുക? സിമ്പിൾ ആയിട്ട് അല്ലെ? മൈനസ് ചെയ്താൽ പോരെ? ബി is equal to -57 - 31.
അല്ലേ? സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആൻസർ വരുമല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങളിവിടെ യൂസ് ചെയ്യേണ്ടത്. എന്താ യൂസ് ചെയ്യേണ്ടത്? മൈനസും മൈനസും ആണല്ലേ, മൈനസ് ഒരു നമ്പർ മൈനസ് ഒരു നമ്പർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ആഡ് ചെയ്യണം അല്ലേ. 57 പ്ലസ് 31 ചെയ്യാം. 57 പ്ലസ് 31 എന്താ ആൻസർ വരുന്നത്? 88 ആണ് ആൻസർ വരുന്നത്. പക്ഷെ ഇതാണോ ആൻസർ? -57 -31 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു സൈനും കൂടെ ഇട്ട് കൊടുക്കണം അല്ലെ, -88. അപ്പം -57 -31 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത്? ആദ്യം അവർ രണ്ടുപേരെയും ആഡ് ചെയ്യാം. ആഡ് ചെയ്യുക, എന്നിട്ട് അവരുടെ സൈൻ ഇട്ട് കൊടുക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞില്ലേ? -88 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ചോയ്സ് നമ്മൾ ഫസ്റ്റ് കണ്ട പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സിംപ്ലിഫൈ ആൻഡ് ഫൈൻഡ് ദി ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -10 -15 ഡിവൈഡഡ് ബൈ 5 -2. സെയിം നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനെ പോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് അതൊന്ന് ചെയ്തു നോക്കാം അല്ലെ. എന്നിട്ട് നിങ്ങൾ ആൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാം. എൻ്റെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ഏത് റൂളാണ്? ബോർഡ് മാസ് റൂൾ. എപ്പോഴും ഓർത്തു വെക്കുക, ബോർഡ് മാസ് റൂൾ. അപ്പൊ ഞാൻ നോക്കുകയാണ്. ഓക്കെ, ബ്രാക്കറ്റ്സ് ഇല്ല അല്ലെ, ബ്രാക്കറ്റ്സിന് ഉള്ളിലായിട്ടുള്ള ഒന്നും ഇല്ല അല്ലെ. 4 - 12 4 × 2 ഒന്നും ബ്രാക്കറ്റിലില്ല. അപ്പൊ ബ്രാക്കറ്റ്സ് ഒന്നും ഇല്ല. പിന്നെ എന്താണുള്ളത്? ഓർഡർ എന്ന് പറയുന്നത് എന്താ? സ്ക്വയർ, റൂട്ട് ഒന്നും ഇല്ല. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും, അതാണ് നമ്മുടെ അടുത്ത് നോക്കേണ്ടത്. അപ്പൊ യെസ്, നമുക്ക് ഇവിടെ ഒരു ഡിവിഷൻ കാണാം അല്ലെ. -15 ഡിവൈഡഡ് ബൈ 5 എന്നുണ്ട്. അപ്പൊ എന്ത് ഞാൻ ചെയ്തു? -10 -15 ഡിവൈഡഡ് ബൈ 5 എന്താ? -15 ഡിവൈഡഡ് ബൈ 5 എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം 15/5 ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് 3 എന്ന് ആൻസർ വന്നില്ലേ? എന്നിട്ട് നോക്കുക, ന്യൂമറേറ്ററിലെ ആള് നെഗറ്റീവ് ആണ്, ഡിനോമിനേറ്ററിലെ ആള് പോസിറ്റീവ് ആണ്. അപ്പൊ ആൻസർ എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. രണ്ടുപേരുടെയും സൈൻ, ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെ സൈനും ഡിഫറെന്റ് ആകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്താണ്? അവർ പുറത്തേക്ക് വരുമ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? നെഗറ്റീവ് ആയിരിക്കും അല്ലെ വരിക? നെഗറ്റീവ് ആയിരിക്കും ആൻസർ വരിക. അപ്പൊ -15 ഡിവൈഡഡ് ബൈ 5 എന്താണ് വരിക? -3 എന്ന് വരും അല്ലെ. -3. പിന്നെ ബാക്കി എന്തുണ്ട്? -3 -2 എന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ -7 എന്തായി? പ്ലസ് ആയില്ലേ. മൈനസ് ഓഫ് ഏതൊരു നമ്പർ വന്നാലും, അത് 2 ആയിക്കോട്ടെ 3 ആയിക്കോട്ടെ, ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും അത് 2 3 ആയിരിക്കും. +2 3 എന്നായിരിക്കും. കാരണം എന്താണ്? ഈ -2ന്റെ അർത്ഥം എന്താണ്? -1 × -2 ആണ് അല്ലെ. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പറേ ആൻസർ വരൂ. അപ്പൊ 1 × 2 ആണ് റൈറ്റ് ആൻസർ അല്ലെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ -3 ഉണ്ട്, -2 ഉണ്ട്. നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. -10 -3 എന്ന് പറഞ്ഞാൽ +3 -2 +2. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? പിന്നെ ഞാൻ എന്താ പറഞ്ഞത്? ഇനി എന്താ ഉള്ളത്? യെസ്, ഇനി എല്ലാം ആഡ് ചെയ്യാനേ ഉള്ളൂ അല്ലെ. എല്ലാം ആഡ് ചെയ്യാനേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെയ്യാണ്. -10 + 3 എന്താ? -10 + 3 എന്താ വരിക? -10 + 3 ഇവിടെ എഴുതണ്ട, നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ. -10 + 3 എന്താ വരിക? -10 + 3 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പേരുടെയും സൈന് ഡിഫറെന്റ് ആണ് അല്ലെ. -10ഉം 3ഉം പോസിറ്റീവും നെഗറ്റീവും ആണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം സബ്ട്രാക്ട് ചെയ്യണം. അതിലത് 10നെ എടുക്കുക, 3നെ എടുക്കുക, സബ്ട്രാക്ട് ചെയ്യുക. 7 ആൻസർ വരും. എന്നിട്ട് എന്ത് നോക്കണം? ഇതിലെ ബിഗ്ഗർ നമ്പറിന്റെ സൈൻ എന്താണ്? യെസ്, 10 അല്ലേ ബിഗ്ഗർ നമ്പർ, അതിന്റെ സൈൻ എന്താണ്? മൈനസ്. അപ്പൊ ആൻസർ എന്താ വരിക? -7. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ -10 + 3 എനിക്ക് -7 എന്ന് തന്നു, പിന്നെ +2 എന്ന് വന്നു. ഇവിടെയും സെയിം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മൈനസും ഉണ്ട് പ്ലസും ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യുക. 7 - 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 എന്ന് ആൻസർ വരും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? ബിഗ്ഗർ നമ്പർ ഏതാണ്? ആ ബിഗ്ഗർ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ബിഗ്ഗർ നമ്പർ ആരാ? 7. 7ന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്തിട്ട് കൊടുക്കണം? ആ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ആൻസർ എന്ന് വരും? -5 ആണ് റൈറ്റ് ആൻസർ എന്ന് വരും. ഓക്കെ, -5 വരെ നമുക്ക് കിട്ടി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആബ്സല്യൂട്ട് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആബ്സല്യൂട്ട് വാല്യൂടെ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂവിനെ കാണിക്കുക. ഇങ്ങനെ ഈ ആബ്സല്യൂട്ട് വാല്യൂന്റെ ഉള്ളിലാണ് ക്വസ്റ്റ്യനും നമുക്ക് തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക, അത് ബ്രാക്കറ്റ് അല്ല, അത് ആബ്സല്യൂട്ട് വാല്യൂ ആണ് കാണിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഏതൊരു നമ്പർ പോയി കഴിഞ്ഞാലും പുറത്തേക്ക് വരുമ്പം പോസിറ്റീവ് ആയിട്ടേ വരും. അപ്പൊ -5ന്റെ അബ്സല്യൂട്ട് വാല്യൂ അതൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതെന്താണ്? പോസിറ്റീവ് ആണ്, 5 ആണ് അല്ലെ. എന്താണ് ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്പർ ലൈനിൽ നമ്മൾക്ക് ഒരു നമ്പർ തന്നു, എന്നിട്ട് നമ്പർ ലൈനിൽ നിന്ന് 0 ഈ നമ്പറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണത്. അപ്പൊ അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം 5 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അതും കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സം ഓഫ് 2 integers is -45. യെസ്, നമ്മൾ സെക്കൻഡ് ചെയ്ത ക്വസ്റ്റ്യന് പോലെ തന്നെ ഞാൻ രണ്ട് നമ്പർ എടുത്തു, എയും ബി എടുത്തു. എയും ബിയും ഇൻറ്റിജേഴ്സ് ആണ്. a + b ചെയ്ത് കഴിഞ്ഞാൽ -45 വരും എന്നവർ പറഞ്ഞു.
ഓക്കെ, -45 വരും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് വൺ ഓഫ് ദെം ഇസ് 20, ഇതിൽ ഒരാൾ 20 ആണെങ്കിൽ ദെൻ അതർ വൺ ഇസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താക്കി എടുക്കാണ്, 20 ആയിട്ട് എടുക്കാം കേട്ടോ. 20 ഞാൻ എടുത്തു. അപ്പൊ 20 പ്ലസ് ഒരു നമ്പർ ചെയ്താൽ, അത് ബി ആണ്, 20 പ്ലസ് ഒരു നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ -45 വരും. അപ്പൊ എങ്ങനെയാ ബി കാണുക, സിമ്പിൾ ആയിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. ബി ഇസ് ഈക്വൽ ടു -45 -20. ഇതെങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെ രണ്ടു പേർക്കും ഒരേ സൈനാ വന്നിരിക്കുന്നത് അല്ലെ, രണ്ടുപേർക്കും ഒരേ സൈനാ വന്നിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ നിങ്ങൾ ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, 45 + 20 എന്താ വരിക, 45 + 20 5 6 65. പക്ഷെ 65 ആണ് ഇടേണ്ടത് അല്ല അല്ലെ, മൈനസും കൂടെ ഇട്ട് കൊടുക്കണം, -65. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ കാണുന്നുണ്ട്. അപ്പൊ ഡിവിഷൻ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ ഒരു ഡിവിഷൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം അത് ചെയ്യും അല്ലേ. -12 -18 ഡിവൈഡഡ് ബൈ 3 എന്താ വരിക, 18 ഡിവൈഡഡ് ബൈ 3 എന്താ വരിക, 6 ആണ് വരിക. അപ്പം പക്ഷെ എന്താണ്, ന്യൂമറേറ്റർ നെഗറ്റീവ് ആണ് അല്ലേ, ന്യൂമറേറ്റർ നെഗറ്റീവ് ആണ്, ഡിനോമിനേറ്റർ പോസിറ്റീവ് ആണ്. അപ്പം ആൻസർ നെഗറ്റീവ് തന്നെ വരണം, രണ്ട് ഡിഫറെന്റ് സൈൻസ് വരുമ്പോൾ ആൻസർ ആ ഒരു നെഗറ്റീവ് നമ്പർ വരണം. അപ്പൊ എന്താണ് വരിക, -6 എന്ന് വരും അല്ലേ, -6 എന്ന് വരും. പിന്നെ +-4. ഓക്കെ, -12 -6 എന്തായിരിക്കും, +6 ആയിരിക്കും അല്ലേ. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞു -4 -3 ഒക്കെ എന്താണ്, പോസിറ്റീവ് നമ്പർ ആയിട്ടാണ് പുറത്തേക്ക് വരിക. കാരണം എന്താണ്, -6 എന്ന് പറഞ്ഞാൽ -1 × -6 എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 6 അല്ലേ. ഓക്കെ, അപ്പൊ 6 വന്നു. പിന്നെ +-4 എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, -4 എന്ന് തന്നെ വരും അല്ലേ. +-4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 തന്നെ വരും. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്താൽ പോരെ. -12 + 6 എന്താ വരിക, -12 + 6. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരുടെയും സൈൻ ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യുക. 12 - 6 ചെയ്തപ്പോൾ നിങ്ങൾക്ക് 6 വന്നു. എന്നിട്ട് നോക്കുക 12ഉം 6ഉം ആരാണ് ബിഗ്ഗർ, 12 ആണ്. 12ന്റെ സൈൻ എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആയിരിക്കും ആൻസർ, -6 എന്നാണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, -6 ബാക്കി ഒരു 4 ഇല്ലേ, -4ഉം കൂടെ ബാക്കിയുണ്ട്. ഇതെങ്ങനെയാ ചെയ്യാ, രണ്ടും നെഗറ്റീവ് ആണ്, -6 -4 എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുക അല്ലെ. അവരെ രണ്ടുപേരും ആദ്യം ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുന്നത്, ആഡ് ചെയ്യുമ്പോൾ 6 + 4 ചെയ്താൽ 10 എന്ന് വരും. എന്നിട്ട് എന്തിട്ട് കൊടുക്കണം, സൈന് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പം -10 എന്ന് വരും, -10 എന്ന് വരും. അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ, ഓപ്ഷൻ എ. ഈസി അല്ലേ, ഈസി ആണല്ലേ. ഇതുവരെ ചെയ്ത അതേ മെത്തേഡാണ്, നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒരുപോലെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഫാസ്റ്റ് ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. ഓക്കെ, അപ്പൊ നമുക്ക് 21 സിംപ്ലിഫൈ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ -10 എന്ന് നേരത്തെ ക്വസ്റ്റ്യനിൽ എഴുതിയ ആൾക്കാർക്ക് തെറ്റി അല്ലെ, എനിക്കും തെറ്റാൻ പോയി. ഓക്കെ, കാരണം എന്താണ്, ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ, ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ആബ്സല്യൂട്ട് വാല്യൂ ഇട്ട് കൊടുക്കണ്ടേ. ആബ്സല്യൂട്ട് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വരിക, ആൻസർ 10 എന്നാണ് ആൻസർ വരിക അല്ലേ. കണ്ടോ, ഇതുപോലെ തെറ്റിപ്പോവും. ഞാനും ശ്രദ്ധിച്ചില്ല, ഇതുപോലെ നിങ്ങളും ക്വസ്റ്റ്യനിൽ പോകുമ്പോൾ യെസ്. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു തെറ്റുന്ന ഉത്തരം എന്തായാലും ഓപ്ഷൻസിൽ കാണും. അപ്പൊ നിങ്ങൾ ആ തെറ്റുന്ന ആ ഒരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻസർ റോങ് ആയി അല്ലേ. അപ്പൊ എന്താണ് റൈറ്റ് ആൻസർ, 10. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. കാരണം നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൂടി ശ്രദ്ധിക്കുക അല്ലെ. സിംപ്ലിഫൈ ആൻഡ് ഫൈൻഡ് ദി ആബ്സല്യൂട്ട് വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, സിംപ്ലിഫൈ 21/16 × 12/9 പ്ലസ് -3/8 × -12/9. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇവിടുത്തെ ആളെ സോൾവ് ചെയ്യാൻ, നമ്മൾ ബോർഡ് മാസ് പറഞ്ഞില്ലേ നേരത്തെ, ബോർഡ് മാസിൽ എന്താ പറഞ്ഞത്, നമ്മൾ നോക്കിക്കേ, നിങ്ങൾക്ക് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ മൾട്ടിപ്ലിക്കേഷൻ കാണുന്നുണ്ട്. അപ്പൊ ആദ്യം ബ്രാക്കറ്റ്സ് സോൾവ് ചെയ്യണം അല്ലെ. ബ്രാക്കറ്റ്സ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. ബ്രാക്കറ്റ്സിനെ സോൾവ് ചെയ്യുക അല്ലെ. ബ്രാക്കറ്റ്സിനുള്ളിൽ നോക്കൂ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷനെ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. അതൊരു മെത്തേഡ്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ഭാഗത്തും നോക്കൂ, 12/9 രണ്ട് ഭാഗത്തും ഉണ്ട്. ഈ -12/9 നിങ്ങൾക്ക് എന്ത് പറയാം, -1 × 12/9 എന്ന് പറഞ്ഞൂടെ, -1 × 12/9 എന്ന് പറഞ്ഞൂടെ. അപ്പൊ അവിടെയും 12/9ഉം 12/9ഉം വന്നു. ആ 12/9നെ പുറത്തേക്ക് എടുക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും അല്ലെ. അല്ല, അസോസിയേറ്റീവ് അല്ല, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലെ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയും മൾട്ടിപ്ലിക്കേഷന്റെ അല്ലെ. നമുക്ക് ആദ്യം ഞാൻ ബോർഡ് മാസ് വെച്ചിട്ട് സാധാരണ പോലെ രണ്ട് ഭാഗം മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ചെയ്യാം. അതാദ്യം ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ, 21/16 multiplied by
12/9. 12/9 plus -3/8 multiplied by 12/9 അല്ലേ? അപ്പൊ നമ്മൾ ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് എന്താണ് ബ്രാക്കറ്റ്സിന് ആദ്യം സോൾവ് ചെയ്യണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ബ്രാക്കറ്റ് കൺസിഡർ ചെയ്യാണ് 21/16 into 12/9. അപ്പം 21/16 into 12/9 ആണ് ഞാൻ ആദ്യം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനൊക്കെ എനിക്ക് അവരുടെ നമുക്ക് എങ്ങനെ എഴുതാം? 21 എങ്ങനെ എഴുതാം? 7 into 3 എന്ന് എഴുതിക്കൂടെ? 16 എങ്ങനെ എഴുതാം? 4 into 4 എന്ന് എഴുതാം അല്ലേ? 16 എനിക്ക് 4 into 4 എന്ന് എഴുതാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? മൾട്ടിപ്ലൈഡ് ബൈ 12 എങ്ങനെ എഴുതാം? 3 into 4. 9 എങ്ങനെ എഴുതാം? 3 into 3 എഴുതിക്കൂടെ? എഴുതാം അല്ലേ? ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേലത്തെ ആൾക്കാരും കട്ട് ചെയ്തൂടെ? ഇങ്ങനെ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എന്താ സാധാരണ എങ്ങനെയാ ഉണ്ടാവുക? രണ്ട് ഫ്രാക്ഷൻസ് തന്നു, അതിനെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ന്യൂമറേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ അതിന്റെ ഡിനോമിനേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 7 into 3 into 3 into 4 ഡിവൈഡഡ് ബൈ 4 into 4 into 3 into 3 എന്ന് വരും. ഓക്കെ അല്ലേ? ഇങ്ങനല്ലേ ചെയ്യാം നമ്മൾ അല്ലേ? രണ്ട് ഫ്രാക്ഷൻസിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? രണ്ടുപേരുടെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ രണ്ടുപേരുടെ ഡിനോമിനേറ്റർ. അതന്നെയല്ലേ ഞാൻ ഇവിടെ ചെയ്തത് അല്ലേ? ഇനി എനിക്ക് കട്ട് ചെയ്തൂടെ അല്ലേ? സെയിം ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പൊ നോക്കിക്കേ, ഒരു 3 ഒരു 3, യെസ്, പിന്നെ വേറൊരു 3 വേറൊരു 3, നെക്സ്റ്റ് 4 4. അപ്പൊ എന്താ ആൻസർ വന്നത്? 7/4 എന്ന് വന്നു. ആർക്ക്? ഈ ഒരു ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ള 21/16 into 12/9 എന്നുള്ളത് 7/4 ആണെന്ന് വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം. അടുത്തതിന് എന്താ ഉള്ളത്? -3/8 into -12/9 ആണ് കേട്ടോ ക്വസ്റ്റ്യനിൽ. -12/9 ആണ്. ഓക്കെ ഓക്കെ, അപ്പം എന്താ ഇനി ചെയ്യേണ്ടത്? -3/8 into -12/9. നമുക്ക് എന്തറിയാം? ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആൻസർ പോസിറ്റീവ് നമ്പർ അല്ലേ വരിക അല്ലേ? നമുക്കിവിടെ തന്നിരിക്കുന്നത് -3/8 into -12/9. അപ്പൊ അത് എന്തിനോട് ഈക്വൽ ആണ്? എന്തിനോട് ഈക്വൽ ആണ്? 3/8 into 12/9 ഈക്വൽ അല്ലേ? സെയിം ആൻസർ അല്ലേ? അല്ലേ? സെയിം ആൻസർ ആണ്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സെയിം ആൻസർ ആണ് വരുന്നത് അല്ലേ? രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പം 3 അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ -3/8 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് -1 into 3/8 എന്ന് ചിന്തിച്ചൂടെ? അതേപോലെ -12/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 into 12/9 എന്ന് ചിന്തിച്ചൂടെ? എന്നിട്ട് ഇവരെല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് -1 into 3/8 into -1 into 12/9. -3/8 into -12/9 അല്ലേ? ഇതിന് ഞാൻ എങ്ങനെ എഴുതി? -1 into 3/8 into -1 into 12/9. കണ്ടില്ലേ? അപ്പൊ ഈ -1 ഉം -1 എനിക്ക് നേരെ മൾട്ടിപ്ലൈ ചെയ്തൂടെ? എന്താ ആൻസർ വരിക? പോസിറ്റീവ് 1 അല്ലേ? അപ്പൊ എന്താ ആൻസർ വന്നത്? 1 into 3/8 into 12/9 അല്ലേ? എന്നുവെച്ചാ 3/8 into 12/9. അതാ ഞാൻ പറഞ്ഞത് -3/8 into -12/9 ഉം 3/8 into 12/9 സെയിം ആണ്. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, എന്നിട്ട് -12/9 is equal to -1 into, ഓക്കെ, ഇത് നമ്മളിപ്പോ ചെയ്തു അല്ലേ? ഓക്കെ, ഇത് പോട്ടെ. ഓക്കെ, അപ്പം 3/8 into 12/9 ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഈ ഒരു ബ്രാക്കറ്റിനെ അല്ലേ? അപ്പൊ എന്താ വരിക? 3/8 എനിക്ക് 8 എങ്ങനെ എഴുതാൻ പറ്റും? 2 into 4 അല്ലേ? 2 into 4 എന്ന് എഴുതാം. പിന്നെ 12 3 into 4 എന്ന് എഴുതാം. 9 ഞാൻ 3 into 3 തന്നെ എഴുതി. നേരത്തെ ചെയ്തതുപോലെ എനിക്ക് ഇവർ രണ്ടാളെയും അല്ലേ എങ്ങനെ എഴുതാൻ പറ്റും? 3 into 4 ഡിവൈഡഡ് ബൈ 2 into 4 into 3 into 3 എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ന്യൂമറേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ അവരുടെ ഡിനോമിനേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തത് അല്ലേ? എന്നിട്ട് ക്യാൻസൽ ചെയ്യുക. 4 4 ക്യാൻസൽ ചെയ്തു, 3 3 ക്യാൻസൽ ചെയ്തു, പിന്നെ ഒരു 3 ഉണ്ട്, അതിനെയും ക്യാൻസൽ ചെയ്തു. അപ്പൊ എനിക്ക് ലാസ്റ്റ് ആൻസർ എന്തെന്ന് വന്നു? 1/2 എന്ന് വന്നില്ലേ? 1/2 എന്ന് വന്നില്ലേ? അപ്പൊ നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? എവിടെ നമ്മൾ തുടങ്ങിയതാ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ഫസ്റ്റത്തെ ബ്രാക്കറ്റിന്റെ ആൻസർ 7/4 ആണെന്ന് വന്നു. രണ്ടാമത്തെ ബ്രാക്കറ്റിൻ്റെത് 1/2 ആണെന്ന് വന്നു അല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? 7/4 + 1/2 എന്ന് ചെയ്യാ. ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യും അല്ലേ?
7 into 2 ചെയ്യുക. 7 into 2 14. 4 into 1 എന്താ? പ്ലസ് 1 into 4 4 വന്നു. ഡിവൈഡഡ് ബൈ 4 into 2 8. അപ്പൊ എന്താ വരുന്നത്? 14 plus 4 by 8. 14 plus 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 by 8 എന്ന് വരും അല്ലേ? 18 by 8. അങ്ങനെയാണ് നമ്മുടെ ആൻസറിലേക്ക് നോക്കുക. പക്ഷെ എങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? അവര് മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിരിക്കും. നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. 18 by 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് കിട്ടിയത്. 18 by 8 അല്ലേ? 18 by 8. ഇതിനെ നമ്മൾ എന്താക്കണം? ഒരു മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാ അതിന് ചെയ്യുക? 18 by 8 നമുക്ക് സ്മോൾ ആക്കിക്കൂടെ? 2 into 9 by 2 into 4 അല്ലേ? അല്ലേ? 18 എന്ന് പറഞ്ഞാൽ 2 into 9 ആണ്. 8 എന്ന് പറഞ്ഞാൽ 2 into 4 ആണ്. ക്യാൻസൽ ചെയ്തൂടെ? ഇപ്പൊ അവർ സിംപ്ലിഫൈഡ് ഫോമിൽ ആയില്ലേ? ഞാൻ ഒന്നും കൂടെ അതിനെ സിംപ്ലിഫൈ ചെയ്തെന്നുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാം 18 by 8 എന്ന്. എന്നാലും ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം 9 by 4 ചെയ്യണം അല്ലേ? എത്ര പ്രാവശ്യം പോവും? 2, 8, 1. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇനി എങ്ങനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുക? ആദ്യം നമ്മൾ നമ്മുടെ കോഷ്യന്റിന് എഴുതണം. 2 ആണ് കോഷ്യൻ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതണം? റിമൈൻഡർ 1 ആണ്. പിന്നെ ഒരു ഡിവൈഡഡ് ബൈ 4 അല്ലേ? എന്ത് വെച്ചാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് അയാളെ കൂടെ എടുത്തെഴുതാം. അപ്പം 2 1/4 എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി സപ്പോസ് നിങ്ങൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നില്ല, 18 by 8 തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 18 by 8 ഡിവൈഡ് ചെയ്ത് നോക്കുക. എത്ര പ്രാവശ്യമാണ് പോകുന്നത്? 2, 16, 2 അല്ലേ? ഇങ്ങനെ തന്നെയല്ലേ വരുന്നത്. അപ്പൊ എങ്ങനെയാ ഉണ്ടാവുക? 2 എന്നാണ് നമുക്ക് കോഷ്യന്റ് കിട്ടിയത്. റിമൈൻഡർ 2 ആണ്. ഡിവൈഡഡ് ബൈ 8 അല്ലേ? പക്ഷെ ആ ആൻസർ ഇതിലുണ്ടോ? ഇല്ല. കാരണം എന്താ? ഈ 2/8 ഇനിയും സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? 2 കോമൺ അല്ലേ? 1 into 2 ഡിവൈഡഡ് ബൈ 2 into 4. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്. 2 1/4 ആയത്. അതായത് 2/8 എനിക്ക് 1 into 2 ഡിവൈഡഡ് ബൈ 2 into 4 എന്ന് എഴുതിക്കൂടെ? 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/4 എന്ന് വന്നില്ലേ? അപ്പൊ 2 1/4 തന്നെ ആൻസർ വന്നില്ലേ? സിമ്പിൾ ആണല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യാം. അടുത്തൊന്ന് ഞാൻ പറഞ്ഞതാണ് എന്ത്? അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്. അതായത് നിങ്ങൾ ഫസ്റ്റത്തെ ആളെ ബ്രാക്കറ്റിനെ സോൾവ് ചെയ്തു, രണ്ടാമത്തെ ബ്രാക്കറ്റിനെ സോൾവ് ചെയ്തു, അങ്ങനെ ചെയ്തു പോയി. ഓക്കെ. മറ്റൊരു മെത്തേഡ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് അല്ലെ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇവിടെ 12/9 കോമൺ ആണ് അല്ലെ? 12/9 രണ്ട് ബ്രാക്കറ്റ്സിലും കോമൺ ആണ്. ഓക്കെ. സോ 21/16 into 12/9 plus minus 3/8 into minus 12/9. ഓക്കെ. അപ്പം ഒന്നിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, -3/8 into -12/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/8 into 12/9 തന്നെയാണല്ലേ ആൻസർ. രണ്ടും സെയിം അല്ലേ? അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ 12/9 കോമൺ ആക്കി എടുക്കുകയാണ്. എങ്ങനെ കോമൺ ആക്കി എടുക്കുന്നത്? ഇവിടെ 21/16 into 1 plus -3/8 into -1 അല്ലേ? സെയിം അല്ലേ? ഇങ്ങനെയല്ലേ ഡിസ്ട്രിബ്യൂട്ടീവിലോ നമുക്ക് കോമൺ ആയിട്ടുള്ള ആളെ നമ്മൾ പുറത്തേക്ക് എടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ തിരിച്ചുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ മുകളിലത്തെ തന്നെ വരും. ഉള്ളിലേക്ക് 12/9 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താലും വരും. ഓക്കെ. അപ്പം 12/9 into ഇങ്ങനെയാണ് കേട്ടോ ബ്രാക്കറ്റ്. വലിയൊരു ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ. 12/9 into 21/16 -3/8 into -1 എന്താ? -3/8 into -1 3/8. അപ്പം +3/8 എന്ന് വരും. ഓക്കെ ആണോ? 12/9 into 21/16 plus 3/8 എന്ന് വന്നു. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ബ്രാക്കറ്റ്സിന് ആദ്യം സോൾവ് ചെയ്യണം അല്ലേ? ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആൾ ആദ്യം സോൾവ് ചെയ്യണം. അപ്പൊ ഞാൻ അത് സോൾവ് ചെയ്യാൻ പോവാണ്. 21/16 plus 3/8. 21/16 plus 3/8. ഇതിനെങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റുക? ഓക്കെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടത്? 21 into 8 ചെയ്യണം അല്ലേ? 21 into 8 plus 16 into 3/16 into 8 എന്ന് ചെയ്യണം അല്ലേ? ഇങ്ങനെ ചെയ്തിട്ട് ഇതിനെ നമ്മൾ സോൾവ് ചെയ്യും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 168 plus 48 divided by 168 plus 48 divided by 128 എന്ന് കിട്ടും അല്ലേ? ഇത് എന്തിനോട് ഈക്വൽ ആണ്? 216/128. ഇതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. 216/128 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇതിൽ എന്താണ്? 216 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 into 27 ആണ്.
ഡിവൈഡഡ് ബൈ 128 എന്ന് പറഞ്ഞാൽ 8 into 16 ആണ്. ഓക്കെ, നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. ഈ 216 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 into 27 ആണ്. 128 എന്ന് പറഞ്ഞാൽ 8 into 16 ആണ്. അപ്പൊ ഞാൻ 8നെ ക്യാൻസൽ ചെയ്തു, എനിക്ക് 27/16 എന്ന് വന്നു അല്ലെ. 27/16 എന്ന് വന്നു. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ ആരുമില്ല. ഓക്കെ, ഇനി എന്തായിരുന്നു നമുക്ക് പുറത്തുണ്ടായിരുന്നത്? ഒരു 12/9 പുറത്തില്ലേ. നമ്മളിപ്പോ ഈ ഒരു ബ്രാക്കറ്റിനാ അല്ലെ സോൾവ് ചെയ്ത് പോയത്. ഈ ഒരു ബ്രാക്കറ്റിനാണ് നമ്മൾ സോൾവ് ചെയ്ത് പോയത്. ഇനി എന്തുണ്ട്? പുറത്തൊരു 12/9 ഉണ്ട്. ഇനി അതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 12/9 into 27/16 ആണല്ലേ. 27/16. 12/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 12/9 4/3 ആണല്ലേ. കാരണം എന്താ? 12/9 എന്ന് വെച്ചാൽ 12/9 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 into 3 3 into 3 4 into 3 divided by 3 into 3. 3യും 3യും ക്യാൻസൽ ചെയ്യാം. 4/3. അതുകൊണ്ടാണ് ഞാൻ 4/3 എന്ന് പറഞ്ഞത്. അപ്പം 4/3 into 27/16. ഓക്കെ, 27 എന്ന് പറഞ്ഞാൽ എന്താ? 27 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 into 9 അല്ലേ. 3 into 9 divided by 16 എന്ന് പറഞ്ഞാൽ എന്താ? 4 into 4. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തൂടെ? ഇതെങ്ങനെ എഴുതാൻ പറ്റും? 4 into 3 into 9 divided by 3 into 4 into 4 അല്ലേ. 3 into 4 into 4. എനിക്ക് കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? 4 4 3 3. എന്താ വന്നത്? 9/4 എന്ന് കിട്ടി. 9/4 എന്ന് കിട്ടി. ഓക്കെ, 9/4 തന്നെയായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്. യെസ്, ഇതെന്തായിരുന്നു? 9/4 ആയിരുന്നില്ലേ അല്ലേ. 2നെ കോമൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 9/4 എന്ന് കിട്ടും. സെയിം ആൻസർ ആണ് വരുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ 9/4 നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം അല്ലേ. അപ്പം രണ്ട് മെത്തേഡിലും ചെയ്യാൻ ചില കുട്ടികൾക്ക്, ചില സ്റ്റുഡൻസിന് മേ ബി ഫസ്റ്റ് കണ്ടതായിരിക്കും ഫസ്റ്റ് തന്നെ ക്ലിക്ക് ആവുക, അവരങ്ങനെ ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ആദ്യം നിങ്ങൾക്ക് ക്ലിക്ക് ആവുന്ന വെച്ചാൽ അങ്ങനെയും ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ, ഏതാണോ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയി ചെയ്യാൻ പറ്റുന്നത് അതേപോലെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിലോ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ അറിയിക്കുക. സോ നിങ്ങൾ NSMCക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടികളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. 10 ഒക്ടോബർ ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള മിടുക്കരായ കുട്ടികളോട് കമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രസ്റ്റീജിയസ് എക്സാം ആണ് NSMC എന്നുള്ളത്. അതുകൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്കോളർഷിപ്പുകളും അടിപൊളി സമ്മാനങ്ങളും നിങ്ങളെ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഈ എക്സാമിന് വേണ്ടി NSMCക്ക് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. സോ ഇതുപോലുള്ള ഓരോ ടോപ്പിക്സിലെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും സോൾവ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.